വർഷം മുമ്പ് ഇവിടെ ഞാൻ LLBക്ക് ഓല പഠിച്ചിട്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ഓട്ട് കമ്പനി ഓല ഷെഡ്യൂൾ എടുത്ത് ഞാൻ ധ്യാനത്തിന് വന്ന ധ്യാനം കഴിഞ്ഞിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ പാർട്ടി പ്രവർത്തനമൊക്കെ ഉണ്ടായതുകൊണ്ട് ഇച്ചിരി ദിവസം കുർബാന അടുപ്പിച്ച് കൊടുക്കും. എല്ലാവരും ഇങ്ങനെ നമുക്ക് മൊബൈലും പരിപാടി ഒന്നും എനിക്ക് പറഞ്ഞിട്ടില്ല. അപ്പൊ കുർബാന അടുപ്പിച്ചൊരു ബോധ്യം ഇവിടെ വന്ന് വെറുതെ തലയിൽ കിട്ടി. ആരും പറഞ്ഞത് ഉള്ളിൽ തോന്നിച്ചു. 30 ദിവസം പഠിക്കാനുള്ള പുസ്തകമൊക്കെ ഇവിടെ അടുത്ത മുറി ഗസപ്പിന്റെ മുറി വെച്ചിട്ട് 30 ദിവസം കുർബാന കുടിക്കണം പറഞ്ഞു. 30 ദിവസം വെറും 30 days 30 ദിവസത്തെ കുർബാനയ്ക്ക് വേണ്ടി മാത്രം നിന്ന് ആളാണ് ഞാൻ. ഇതുവരെ കുർബാന കഴിഞ്ഞിട്ടില്ല. ഒന്ന് കൈയടിച്ച് ചേർത്ത് മാത്രം 30 ദിവസത്തെ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് 91, 92 ആ മധ്യത്തിൽ വന്ന് ഞാൻ ഇപ്പോഴും ഇവിടുന്ന് വീട്ടിൽ പോയിട്ടില്ല. സത്യമായിട്ട് വീട്ടിൽ പോയിട്ടില്ല. അപ്പോൾ എന്താണ് ദൈവത്തിന്റെ പവർ മനസ്സിലായില്ല. ഞാൻ കേട്ടതാണ്, നീ നിന്ന് ശുശ്രൂഷ ചെയ്യാൻ എന്നോട് പറഞ്ഞതാണ്. നീ അനേകർക്ക് വേണ്ടി നീ നിൽക്കണമെന്ന് പറഞ്ഞു, ലീഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അതൊക്കെ വേറെ ആരും പറഞ്ഞതല്ല, നേരിട്ട് ആള് സംസാരിച്ചു. ആ വിശ്വാസത്തിൽ ഇന്ന് സന്തോഷത്തോടെ ഈശോയുടെ കൂടെ അങ്ങനെ നടക്കുക. ഞാനിവിടെ നടക്കുമ്പോൾ ഈ വഴികളിൽ വെച്ച് ഈശോയോട് സംസാരിക്കാറുണ്ട്, കാണാറുണ്ട്, എന്നോട് സംസാരിക്കും. ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ചു. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. വിശ്വസിക്കാൻ പ്രയാസമാണ്. ഹബക്കൂക്ക് 1:5 എന്താ പറയുന്നത്? ഹബക്കൂക്ക് 1:5 എന്താ പറയുന്നത്? കേട്ടാൽ ഓരോ ഒന്നും പറഞ്ഞോ. കേട്ടാൽ ആരും എന്ത് ചെയ്യും? എന്ത് ചെയ്യും? വരണ്ടോ? മറ്റുള്ളവർക്ക് അഭിഷേകം ഉണ്ടാകാനാണ് ഞാൻ പറയുന്നത്. കേട്ടാൽ ആരും വിശ്വസിക്കാത്ത കാര്യം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നു. ഇത് കർത്താവ് വചനത്തോടെ പറഞ്ഞത്. ഇന്ന് നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യം പറഞ്ഞത്. ഈ വചനം എപ്പോ പറയുന്നത് അപ്പൊ സംഭവിക്കണമെന്നുള്ളവരെ. അതിന് വചനത്തിന്റെ പവറാണ്. നമ്മൾ വചനത്തിന്റെ തണലിൽ അതിന്റെ ഇടയ്ക്ക് നിൽക്കുകയാണ്. അപ്പോ വിശ്വസിച്ചാൽ ആരും വിശ്വസിക്കാത്തൊരു കാര്യം നിങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്നു. അതെല്ലാ ദിവസവും. അതാണ് എല്ലാവരുടെ പുസ്തകം 3-ാം അധ്യായം 29 പറയുന്നത്. ഓരോ ദിവസവും എന്റെ സ്നേഹം പഴയതാണ്. 2000 വർഷം മുമ്പുള്ളതാണ്, പുതിയതാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ അല്ലേ? 2000 വർഷം പോണോ? ഇന്നത്തെ സ്നേഹം ആ പുതിയ സ്നേഹമാണെങ്കിലോ നമുക്ക് വേറെ എന്തെല്ലാം കിട്ടും? ദൈവത്തിന്റെ സ്നേഹം. ഇപ്പൊ നമ്മുടെ അപ്പൻ നമ്മളോട് സ്നേഹം കൊണ്ടെന്നിരിക്കട്ടെ. ആ സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചോദിച്ചാലും തരുമോ ഇല്ലയോ? നിങ്ങളുടെ മകൻ അപ്പൻ ചോദിച്ചാൽ പാമ്പിനെ കൊണ്ട് ദൈവം ചോദിച്ചാൽ മനുഷ്യരെ ഉണരാത്തവരെ നിങ്ങളുടെ മക്കൾ അപ്പൻ ചോദിച്ചാൽ നിങ്ങൾ പാമ്പിനെ കൊടുക്കുവോ? അപ്പൊ സ്നേഹമുള്ള അപ്പനെ പോലെ പിതാവായ ദൈവം പുത്രനായ ഈശോ വഴി തരുന്ന വലിയ അനുഗ്രഹങ്ങളാണ് തരാൻ തയ്യാറാണ്. അപ്പൊ എന്താണ്? ചോദിച്ചാൽ ലഭിക്കും, അന്വേഷിച്ചാൽ കണ്ടെത്തും, മുട്ടിയാൽ തുറക്കപ്പെടും. നമ്മൾ എന്തെങ്കിലും ചോദിക്കുകയില്ല, അന്വേഷിക്കുകയില്ല, കണ്ടെത്തുകയില്ല. നമ്മളെന്തെങ്കിലും നിർബന്ധമായിട്ട് ചോദിക്കുകയില്ല, അന്വേഷിക്കുകയില്ല, കണ്ടെത്തുകയില്ല. ചോദിച്ചാൽ കിട്ടിയവർക്ക് കൈ ഉയർത്തിക്ക്, ചോദിച്ചിട്ട് കിട്ടിയവർ കൈ ഉയർത്തിക്ക്. മുഴുവൻ പേര് കൈ ഉയർത്തിയാണ്. ഹല്ലേലൂയ. അന്വേഷിച്ചപ്പോ കണ്ടെത്തിയ കൈ ഉയർത്തിക്ക്, മുട്ടിയപ്പോ തുറന്നു കിട്ടിയ കൈ ഉയർത്തിക്ക്. അത് മനസ്സിലായി കാണത്തില്ല. എല്ലാവർക്കും മനസ്സിലായത് കൈ ഉയർത്തി മാത്രം പ്രതികരിച്ചു. അപ്പൊ എന്ത് ചോദിച്ചു? അതാണ് കാര്യം. ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കുകയും അവന്റെ വചനം അനുസരിക്കുകയും ചെയ്താൽ എന്ത് ചോദിച്ചാലും തരുമെന്ന് അബ്രഹാം മുതലുള്ള വാഗ്ദാനം നിയമത്തിൽ 28 എല്ലാ അനുഗ്രഹം കൊണ്ടുവന്നിരിക്കും. നീ ഒരു അനുഗ്രഹം, നീ ഒരു വ്യക്തിപരമായ അനുഗ്രഹമായി മാറും. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവർത്തനം 16-ാം അധ്യായം 31-ാം കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ കർത്താവായ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ നിന്റെ കുടുംബവും ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഒരാള് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വിശ്വാസം മതി, എല്ലാവരും രക്ഷപ്പെടും. കൂട്ടായ വിഷയം. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് ഹല്ലേലൂയ. ഞാനിവിടെ ആയിരുന്നു. എനിക്ക് പെട്ടെന്നൊരു അസുഖം ഉണ്ടായി. തട്ടലിന് ഒരു കീടുണ്ടായി. ഓപ്പറേഷൻ പറഞ്ഞു. എന്റെ നമ്പർ പറഞ്ഞു 8, 9, 10, 11 ഇവിടുത്തെ കശേരുകളൊക്കെ തളർന്നു പോയിരിക്കണം. അതുകൊണ്ട് ഉടനെ ഓപ്പറേഷൻ പറഞ്ഞു. എന്നെ സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഇവിടുത്തെ വെല്ലൂരാഴ്ച വന്നു. അച്ഛൻ വന്ന് എന്നെ പ്രാർത്ഥിക്കാൻ പ്രതിജ്ഞ സെക്ഷൻ അച്ഛൻ വന്നു. ഇവിടുത്തെ അച്ഛന്മാർ വന്നു. അച്ഛൻ വന്ന് പറഞ്ഞാ ഓപ്പറേഷൻ സമ്മതിക്കരുത്. എപ്പോഴാണ് എനിക്ക് ഓപ്പറേഷൻ സമ്മതിക്കരുത്? ഈ ശുശ്രൂഷയാണല്ലോ. കർത്താവിന്റെ നാമത്തില് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇവിടെ വന്ന് ധ്യാനം കൂടിയിരിക്കുമ്പോൾ ഞാൻ കൊച്ചുമാതച്ചനാണ് ഡയറക്റ്റ്. ഞാൻ മിട്ടിയിട്ടില്ല. അച്ഛൻ ഈ ബ്ലോക്കിൽ സിസ്റ്ററോട് പറഞ്ഞ മുറിയെടുത്ത് ശാന്തമായിട്ട് കിടക്കും. പേടിയൊന്നുമില്ല. അങ്ങനെ കിടക്കുമ്പോൾ ഒരു ആരാധന നടക്കണം. ടിവിയിലാണ് ടിവിനുള്ളിൽ. എനിക്കെന്താ അസുഖം? നടുവ്. ഞാൻ ആരാണ്? ടിവിയിൽ ശുശ്രൂഷ ചെയ്തു. 32 വർഷമായി ഇവിടെ നിന്ന് ശുശ്രൂഷ ചെയ്തു. കർത്താവിന്റെ നാമത്തിൽ അവന്റെ പേര് ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് നടക്കുന്ന ഒരാൾക്ക് അസുഖം കിടന്ന് മറ്റുള്ളവർ കളിയാക്കും. അയ്യോ ഇവന് പറ്റിയോ? ആ അവസ്ഥ കിടന്ന് ഞാൻ അവിടെ കിടക്കുമ്പോൾ 3-ാം ദിവസം വ്യാഴാഴ്ച ആയപ്പോഴത്തേക്ക് കൊച്ചുമാതച്ചൻ സ്റ്റേജിൽ നിന്ന് ഫോണിൽ വിളിക്കാം. അച്ഛൻ എവിടെയാ? ഞാനിവിടെ ഉണ്ട്. എവിടെയാ? ഞാൻ ഇവിടെ ധ്യാനഹാളിന്റെ അടുത്തുള്ളൊരു മുറിയിലുണ്ട്. എന്താ കാര്യം? ഞാൻ ധ്യാനിക്കാം. പക്ഷെ എന്താ നടുവേദന? നടുവേദന പോയി. സ്റ്റേജിൽ നിൽക്കുക. അച്ഛൻ എന്നെ വിളിച്ച് നടുവേദന. ഞാൻ ഞെട്ടിപ്പോ ഫോണിൽ വിളിച്ചിട്ട് പറയും ഞാൻ എവിടെ കിടന്ന
എന്താ കാര്യം? ഇവിടെ മധ്യസ്ഥപ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന 3/4 മണിക്കൂറായിട്ട് അവസരപ്പച്ചൻ തേടുകയാണ്. മധ്യസ്ഥപ്രാർത്ഥന അവസരപ്പച്ചൻ സൗഖ്യം കിട്ടിയത് മെസ്സേജ് കിട്ടി, സന്ദേശം കിട്ടി. അപ്പൊ അച്ഛൻ വിളിച്ചപ്പോൾ എന്റെ കൂടെ സഹായിക്കാൻ ഞാൻ എഴുന്നേക്കല്ലേ ഡോക്ടർ നടക്കുന്നതാണ്. ഞാൻ ഓടുകയാണ് അവിടെ ജി ബ്ലോക്കിൽ നിന്ന് അപ്പുറത്തെ സെന്റ് പീറ്റേഴ്സിലേക്ക് ഓടി സ്റ്റേജിനടുത്ത് അച്ഛൻ ഇടാൻ പറഞ്ഞു. കയറ്റി നിർത്തിയിട്ട് എന്നെ കളിയാക്കി. ഇവിടുത്തെ ഒരു അധികാരിയാണ് വന്നിരിക്കുന്നത്. അന്ന് രോഗിയായിട്ട് കിടക്കാൻ ഞാൻ അറിയാതെ രഹസ്യമാണ്. പക്ഷെ കർത്താവ് പിടിച്ചു. ഇപ്പൊ സൗഖ്യം കിട്ടി. അപ്പൊ ബെൽറ്റിട്ടുണ്ടായിരുന്നു. ബെറ്റൂര് മാറ്റിക്കോ, ബെറ്റൂര് മാറ്റി. കുനിഞ്ഞോ, നിവർന്നു. പ്രിയമുള്ളവരെ, ഒരു ഏകദേശം 13 വർഷം മുമ്പുള്ള സംഭവം. ആ സെന്റ് ജെയിംസിലേക്ക് ഈ നടുവേദന പറഞ്ഞ് ഞാൻ പോയി. ഇന്നുവരെ പോയിട്ടില്ല. ഞാൻ തുള്ളി ചാടി നടക്കുന്നു. ആരാണ് സൗഖ്യം തന്നത്? ആരാണ് സൗഖ്യം തന്നത്? നിങ്ങളും ഞാനും വിശ്വസിക്കുന്ന ഇന്നും ജീവിക്കുന്ന യേശുവാണ് സൗഖ്യം നൽകിയത്. അതുകൊണ്ട് അവന് വേണ്ടി ഓടാൻ പഠിക്കാൻ ആവശ്യമുണ്ടോ? അവന് വേണ്ടിയല്ലേ ഓടേണ്ടത്. അതുകൊണ്ടാണ് ഓടുന്നത്. അപ്പൊ ആ ശക്തി കിട്ടി. അതുപോലെ എന്റെ കാല് കെട്ടായപ്പോ ഇവൻ ഇംഗ്ലീഷ് സെക്ഷന്റെ അവിടെ നിൽക്കുകയാണ്. എന്റെ കാല് കെട്ടായിട്ട് കുറഞ്ഞു പോയി. കുറഞ്ഞു കഴിഞ്ഞിട്ട് അത് വീണ്ടും ജോലി ആടിട്ടിരിക്കുകയാണ്. വലുതാഴ്ച പറഞ്ഞു നടക്കണം, സൂക്ഷിച്ചു വേണം, ഇൻഫെക്ഷൻ ഉണ്ടാകും. ഡോക്ടർ പറഞ്ഞു എങ്ങനെ നടന്നാലും ചെറിയ ചട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ റാഡൊക്കെ എടുക്കുന്ന ഒരു 2 മാസക്കാലം റാഡെടുത്തു. ഒരു വടി പിടിച്ചിട്ട് പറഞ്ഞ് വളരെ പയ്യെ നടക്കണം, സൂക്ഷിക്കണം, നടക്കണമെന്നില്ല, കുറച്ച് 1 മാസം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ 1 മാസം കഴിഞ്ഞ് നടക്കണമെന്ന് ഞാൻ 1 മാസം മുമ്പേ വടിയെടുത്ത് ചുമ്മാ ഇറങ്ങുമ്പോൾ ഇവിടെ അവിടെ കുട്ടികളുടെ ധ്യാനം നടക്കുകയാണ്. അല്ലാതെ എവിടെ ധ്യാനം നടന്നാൽ വചനം ഞാൻ ശ്രമിക്കും. നടക്കുന്ന വഴി നടക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇങ്ങനെ വചനം ഇങ്ങനെ പറയുകയാണ്. ബിഷപ്പ് ക്ലാസ്സൊക്കെ പറഞ്ഞു, നിങ്ങൾ യേശുക്രിസ്തു വിശ്വസിക്കുന്നവരാണോ? അതെ. നിങ്ങൾ യേശുക്രിസ്തു വിശ്വസിക്കുന്നവരാണോ? അതെ. അങ്ങനെ യേശുക്രിസ്തു വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾക്കൊരു പേടിയുണ്ടോ? അപ്പൊ ആരും കൂടി എന്ന് പറഞ്ഞാൽ അന്നേരം പേടിയുണ്ടെന്നല്ലേ. കർത്താവ് എന്നാ വചനത്തിൽ പഠിക്കണത്? ഭയപ്പെടണ്ട, ഞാൻ കൂടെയുണ്ട്, ഭയപ്പെടണ്ട, ഞാൻ കൂടെയുണ്ട്, ഭയപ്പെടണ്ട. പക്ഷെ നമുക്കോ ചെറിയ കാര്യം കേട്ടാ ഇരുട്ട് കണ്ടാൽ പേടി, തേളിനെ കണ്ടാൽ പേടി, പൂച്ചയെ കണ്ടാൽ പേടി. പാറ്റയെ കണ്ടിട്ട് കാറ് ഓടുന്ന ആൾക്കാർ എനിക്കില്ല. പാറ്റയില്ല, പാറ്റ ഞാനിങ്ങനെ കൈക്ക് വേണ്ടി മാറ്റി. നിങ്ങളോ? ചില അത് ദൂരെ കണ്ടാൽ മതി, കാറ് കൊണ്ട് ഈ മച്ചലൊക്കെ കയറി നിൽക്കും. എന്താ കാര്യം? പാറ്റയ്ക്ക് ഭയപ്പെടണ്ട, അതൊക്കെ നമ്മുടെ കീഴിലാണ്. നിങ്ങൾ പാമ്പുകളെയും തേളുകളെയും ലൂക്ക 10:19 പാമ്പുകളെയും തേളുകളെയും അതിനുള്ള അധികാരം തന്നിരിക്കുകയാണ്. ഈ ജീവിതാങ്ങളുടെ മീതിൽ അധികാരം തന്നിരിക്കുന്നത്. കാറ്റിനെയും കോളിനെയും ശാന്തമാക്കാൻ ഉറങ്ങി കിടന്ന ആളെ വിളിച്ചുകൊണ്ടിരിക്കും. ശുക്രങ്ങൾ ശാന്തമാക്കാൻ സാധിച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞവൻ കയറി വന്ന് ഇടപെടത്തില്ലേ? ഇടപെടും. ഞാൻ ആ വടി പിടിച്ച് നടക്കുമ്പോ അവിടെ നിന്ന് ഈ ബിഷപ്പ് ക്ലാസ്സിൽ ഞാൻ വഴി കൂടെ പോട്ടെ, ഞാൻ ധ്യാനിക്കല്ല, ആ ഹാളിൽ വിളിച്ചു വയ്ക്കണം. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവന് ഒരു അപകടം പറ്റിയാൽ, കാലിനോ കൈക്കോ അപകടം പറ്റിയാൽ നടക്കാൻ പാടാത്തവൻ നടന്നു ധൈര്യം നടന്ന് മുന്നോട്ട് പോകണമെന്നേ. കർത്താവ് കൂടെ പിടിച്ചോളും. സ്റ്റേജിൽ പറയുന്ന അച്ഛനും പറഞ്ഞു പോകാം. വഴി എന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുകയാണ്. വിശ്വാസിയെ ശുശ്രൂഷ ഞാൻ വടി പിടിച്ച് നടക്കണം. മനസ്സിലായില്ലേ? ചോദ്യം എന്നാ? വടി പിടിച്ചെന്നാ നടക്കണേ. എന്നെ കാണുന്നില്ല, ആൾ ഞാൻ കൊടുത്ത് പ്രസന്റ് അടിക്കാം. ഞാൻ എന്റെ ഉള്ളിൽ കർത്താവ് ചോദിച്ചു, നിന്നോടാണ് ചോദിക്കണത്. അല്ലേ? എന്റെ ഉള്ളിൽ കർത്താവ് നിന്നോട് കൂടെയാണ്. അവിടെ അടുത്തതിന് അച്ഛനെ പ്രസംഗിക്കുന്ന ധ്യാന പ്രസംഗിക്കുന്ന അച്ഛൻ ചോദിക്കുന്നത് നിന്നോട് കൂടെയാണെന്ന് പറഞ്ഞപ്പോ എന്റെ അഭിമാനം സംബന്ധിച്ചില്ല. ഞാൻ വടി ഓരോട്ട് കളഞ്ഞിട്ട് നടന്നു പോയി. പ്രിയമുള്ളവരെ, ഇന്ന് വരെ കാലിന് കുഴപ്പമില്ല, കാല് സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ പറഞ്ഞേ, പറഞ്ഞേ, വിശ്വാസത്തോടെ പറഞ്ഞേ. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ സാധനം ആള് കൂടെ ഉണ്ട്. കൈക്ക് പിടിച്ച് നടത്താൻ ആളുണ്ട്, അവൻ പിടിച്ച് നടത്തിക്കോളും. വേണം പറയുന്ന ബൈബിൾ കൺവെൻഷൻ നടക്കുമ്പോൾ തിരുവനന്തപുരത്ത് തടത്തിലച്ഛൻ്റെ ഞാൻ കൂടെ കൺവെൻഷൻ നടക്കുമ്പോൾ ഒരു പെങ്കൊച്ച് സൺഡേ സ്കൂളിലെ ടീച്ചർ അധ്യാപികയായിരുന്നു. പക്ഷെ തളർന്നുപോയി. മോൻ മരിച്ചൊരു വാർത്ത കേട്ട് തളർന്നു പോയാൽ 1 വർഷം തളർന്ന് കിടക്കുകയാണ്. നമ്മൾ കോട്ടയ്ക്കൽ കൊണ്ടുപോയി മെഡിക്കൽ കൊണ്ടുപോയി നടന്നില്ല, കിടക്കുകയാണ്. ഒറ്റ കിടപ്പാണ് ഈ സഹോദരി. അപ്പോൾ അവിടുത്തെ വികാരിച്ച് പറഞ്ഞു, നിങ്ങൾ കോട്ടയിൽ നിന്ന് വന്നല്ലേ, ധ്യാനത്തിന്റെ ഇടയ്ക്ക് ഒന്ന് ആ വീട്ടിൽ പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. പ്രാർത്ഥിക്കാൻ പോയി. അവസാന സമയത്ത് പറ്റിയില്ല. അവസാന ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോയി. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് പോവാം. അങ്ങനെ കൈവച്ച് തളർന്നു കിടക്കുകയാണ്. ഞാൻ ഈ കൊച്ചോട് ചോദിച്ചു, സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്. യേശു വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. ഇനി വല്ലതും പറയാനുണ്ടോ? എനിക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് വിശ്വാസത്തോടെ എഴുന്നേക്കാൻ ധൈര്യമുണ്ടോ? ഉണ്ട്. എന്നാൽ കൈക്ക് പിടിച്ചു. കൈക്ക് പിടിച്ചു. 1 വർഷം തളർന്നു ചേച്ചി ആ സമയത്ത് എഴുന്നേറ്റിരുന്നു. അടുത്ത മണിക്കൂർ അവർ നടന്നു. ഒരു കോട്ടയ്ക്ക് പോകാൻ ചെയ്യാൻ നടക്കാത്ത കാര്യം കർത്താവ് അപ്പോൾ അവിടെ വെച്ച് എന്റെ കൺമുമ്പിൽ നടത്തി കൊടുത്തു. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ഇന്ന് ജീവിക്കുന്ന കർത്താവിന് ഇവിടെ നടക്കാൻ നമുക്ക് സാധിച്ചു തരാൻ സാധിക്കും. ഇത് നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ ഉറപ്പിൽ എത്ര കിലോമീറ്റർ, എത്ര ആയിരം നാളുകളും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി കർത്താവ് തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇത് വിശ്വസിച്ചാൽ നമുക്ക് അത്ഭുതകരമായ ഈ അനുഭവങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും. ഈ ഒരു വലിയ വചന പ്രഘോഷകൻ നടത്തിയപ്പോഴത്തേക്ക് ആദ്യം ഒരു ചെറിയ ഷെഡിലാണ് പ്രഘോഷണം നടത്തിയത്. വിദേശത്താണ്. എൻ്റെ കണക്കൂട്ടിൽ ഒരാൾ പോകുമ്പോൾ അല്ലെങ്കിൽ പെൻഡിങ്ങിന് ഒരാളാണ്. ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചാണ്. അതിനകത്ത് ഇങ്ങനെ പറയുകയാണ്, ആള് ശുശ്രൂഷ നടത്താൻ ഒരു ചെറിയ ഷെഡായിരുന്നു. പിന്നീട് വലുതാക്കി
ആരെങ്കിലും അത് സമ്മതിക്കുമോ? ഈശോ വന്നോളൂ, കാശ് ചേച്ചി ഇന്നലത്തെ പറ്റ് ഒരു 50 രൂപ തരാനുണ്ടല്ലോ, അത് ഈശോ കൊണ്ട് തന്നോളൂ എന്ന് ധൈര്യമായിട്ട് പറയാൻ പറ്റുമോ? അവൻ അവിടെ ഇങ്ങനെ എന്തെങ്കിലും വെച്ച് കട്ടി വെച്ച് എറിയുന്ന നമ്മളെ കട്ടി നല്ല ഇരുമ്പിന്റെ കട്ടി ഉണ്ടാവും. പക്ഷെ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ പറയും അത് ഈശോ തരും നാളെ എന്ന് പറഞ്ഞാൽ കാശ് അവിടെ കിട്ടും. പ്രിയമുള്ളവർ, ഈ ആള് വചന പ്രഘോഷത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഷെഡില് ആള് തികയാതെ ആൾക്കിരിക്കാൻ സ്ഥലമില്ലാന്നപ്പോഴത്തേക്ക് അത് പുതുക്കി വലിയ ഒരു ആള് പണിതപ്പോഴത്തേക്ക് 60 ലക്ഷം രൂപകളെ മൊത്തം. അത്ര വലിയ ആള് ഏതാണ്ട് 6000-7000 പേരെ ധ്യാനിപ്പിക്കണം ഒരു ദിവസം. അപ്പൊ കൃത്യം 1 മാസം മുമ്പ് അങ്ങനത്തെ ഒരു ലെറ്റർ വന്നു, ബാങ്കിൽ നിന്ന് മാനേജർ ലെറ്റർ കൊടുത്തു, നിങ്ങളുടെ ജപ്തിയാണ്, കാരണം 60 ലക്ഷം രൂപ കടം അടയ്ക്കാതെ കുടിശ്ശിക കിടക്കണം. അപ്പൊ ഇയാള് 1 മാസം മുമ്പേ പറഞ്ഞു, അടുത്ത മാസം കഴിഞ്ഞാൽ നമ്മൾ ഈ ഹാളിൽ ധ്യാനം ഇനി നടത്തുന്നില്ല, വർഷങ്ങൾ ധ്യാനം നടത്തിയ ഹാളാണ്, നടത്തുന്നില്ല, നമ്മൾ കൂട്ടാൻ പോവാണ്, ജപ്തി നടപടിയാണ്, അതുകൊണ്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ചിരിക്കുക, എല്ലാ പ്രാർത്ഥനയും പ്രാർത്ഥിക്കുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല. ജപ്തി ആവുന്ന ഉറപ്പായി, കെട്ടിടം പൊളിക്കേണ്ടി വരും. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഈ ലാസ്റ്റത്തെ കൺവെൻഷൻ വിളിച്ചുകൂട്ടി ആൾക്കാരിക്കാൻ വലിയ തണുപ്പാണ്. ആ തണുപ്പില് വലിയൊരു കൺവെൻഷൻ നടക്കുമ്പോൾ ഈ സഹോദരി ഇവരെല്ലാവരും ഒന്നിച്ചേർന്നിരിക്കുമ്പോൾ ഈ ബ്രദർ പറഞ്ഞു, നമ്മൾ ഇന്ന് ലാസ്റ്റ് ദിവസമാണ്, അവസാനത്തെ ശുശ്രൂഷയാണ്, അതുകൊണ്ട് നമുക്ക് ചേർന്ന് സുരിച്ച് പ്രാർത്ഥിക്കാം, ദൈവം തന്ന അനുഗ്രഹത്തിന് നന്ദി പറയാം. ഇന്നത്തതുകൊണ്ട് ഇവിടുത്തെ ശുശ്രൂഷ അവസാനിക്കും. ഇനി നമുക്ക് എവിടെയാണോ തരുന്നത് കർത്താവിനെ അറിയാവുള്ളൂ, അതുകൊണ്ട് നമുക്ക് ഈ പരിപാടി ഇവിടെ നിർത്താൻ തീരുമാനിക്കണം. ഒരാൾ എഴുതി പറഞ്ഞു, എന്തോരം കടമുണ്ടെന്ന് ചോദിച്ചു. ഒരാൾ അപ്പോൾ 60 ലക്ഷം രൂപ കടമുണ്ടെന്ന്. അപ്പോൾ തന്നെ എഴുന്നേറ്റ ആള് പല 60 രൂപയാണെന്ന് പറഞ്ഞ് എഴുന്നേറ്റത്. 60 ലക്ഷം രൂപ പുള്ളി അപ്പം തന്നെ ഇരുന്നു. കാരണം അങ്ങനെ അതിനുള്ള വകുപ്പില്ല, അങ്ങനെ ഇല്ല കാശ്. ഒത്തിരി ആൾക്കാരിക്കും അവിടെ കാശോടെ കൊണ്ടാൽ ആരും അറിയില്ല. അങ്ങനെ ഈ ആള് കൂട്ടാൻ പോകണമെന്നുള്ള വേദനയോടെ പറഞ്ഞ് സമാപിച്ചപ്പോൾ ഒരു അമ്മച്ചി അങ്ങേ അറ്റത്തിരുന്ന് പറഞ്ഞു, എന്റെ ഒരു സാധനം ഉണ്ട് തന്നേക്കാന്ന് പറഞ്ഞു. എന്താണെന്നറിയാമോ? അവരുടെ മേലുടുപ്പ്. ആ ഉടുപ്പിന്റെ പ്രത്യേകത, അമ്മച്ചിയുടെ ഉടുപ്പിന്റെ പ്രത്യേകത അറിയാമോ? തണുപ്പ് കാലത്ത് ആ ഉടുപ്പ് ഊരി കഴിഞ്ഞാൽ അവർ വിറച്ച് മരിച്ചു പോകും. ആ തണുപ്പത്ത് ആ സഹോദരി ആ ഉടുപ്പ് ഊരിട്ട് പറഞ്ഞു, ഈ ഉടുപ്പ് തരാന്ന് പറഞ്ഞു അങ്ങനെ ദൂരത്ത് നിന്ന് നടന്ന് സ്റ്റേജിൽ കൊണ്ടുപോയി അവരുടെ ഓവർകോട്ട് എന്ന് പറയും, ഓവർകോട്ട് ഊരി തണുത്ത് വിറച്ചുകൊണ്ട് പുള്ളി കൊടുത്തു. പറഞ്ഞു, ഇത് ഞാൻ തരാം, എന്തിലുള്ളത് ഇതാണെന്ന് പറഞ്ഞ് കൊടുത്തു. പ്രിയമുള്ളവരെ, അപ്പം തന്നെ അടുത്തിരുന്ന ഒരു ചേട്ടൻ പറഞ്ഞു, ഞാൻ ആ ഉടുപ്പിന് 2 ലക്ഷം രൂപ വിലയിടുന്നു എന്ന് പറഞ്ഞു. ആ ഉടുപ്പിന് 2 ലക്ഷം രൂപ വിലയിടുന്നു പറഞ്ഞു. അപ്പൊ വേറെ പറഞ്ഞു, ഞാനൊരു 3 ലക്ഷം രൂപ വിലയിടുന്നു പറഞ്ഞു. തൊട്ടടുത്ത് വേറെ പറഞ്ഞു, ഞാൻ 5 ലക്ഷം രൂപ വിലയിടുന്നു പറഞ്ഞു. പ്രിയമുള്ളവരെ, 1/2 മണിക്കൂർ പിടിച്ചില്ല, ആ ഉടുപ്പിന് 61 ലക്ഷം രൂപയും കിട്ടി. കൈയടിച്ച് ദൈവത്തെ മാറ്റപ്പെടുത്തിക്കേ. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണോ അല്ലയോ? ദൈവം അങ്ങനെ പ്രസംഗിക്കുന്ന സ്ഥലത്ത് കൂട്ടിപ്പോവാൻ ഇവയെ ഗാനങ്ങൾ കൂട്ടിക്കാനായിട്ട് ഈ റോഡിൽ നടന്നത് 28 പ്രകടനങ്ങളാണ്. 28 പ്രകടനങ്ങൾ ഈ റോഡിന് മീതാണ്. ഇത് താഴ്ത്തു കൂട്ടുമെന്ന് പത്രത്തെ പോലെ എഴുതി വെച്ച് ഞാൻ എന്റെ കേസിന് മുമ്പിൽ നിന്ന് നടത്തിയാണ്. ആ കേസ് മുമ്പിൽ നിന്ന് മരങ്ങളോടൊപ്പം കട്ടയ്ക്ക് നിന്നാണ്, ചക്കോട് ചേർന്ന് നിന്ന് ആ കേസ് നേരിട്ടതാണ്. ഇവിടെ അച്ഛനെ തുറക്കി അടയ്ക്കുമെന്ന് പറഞ്ഞ് പോലീസ് വന്ന് അച്ഛനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ കൂടെ നിൽക്കുന്നു. ഒരാൾ നിൽക്കാനില്ല, കൂടെ ഞാൻ നടന്ന അച്ഛൻ്റെ കൂടെ. അപ്പോഴെല്ലാം ഞാൻ വലകയിരിക്കുന്നു. അത് കൂട്ടിപ്പോകുമെന്ന് പറഞ്ഞ ഈ ഇതിനെതിരെ വന്ന കേസ് സുപ്രീം കോടതി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് 2-3 വർഷം കഴിഞ്ഞ് സുപ്രീം കോടതി ചെന്നപ്പോഴത്തേക്ക് വിധി വന്ന എന്നാന്നറിയാമോ? ഇവർ നിരപരാധികളാണ്, ഈ പാവങ്ങൾ ഉപദ്രവിക്കുന്നത്. ആർക്ക് തോന്നി ഇവർക്കെതിരെ കേസ് കൊടുക്കാൻ? സുപ്രീം കോടതി ചോദിച്ചു. പ്രിയമുള്ളവർ, ദൈവത്തിന്റെ വചനം പറയുന്നത് ഈ കൂടാരത്തെ നശിപ്പിക്കാൻ ദൈവം അനുവദിക്കില്ല, തൊടാതെ അനുവദിക്കില്ല. ഞാൻ നേരിട്ട് കണ്ടത്, അനുഭവിച്ച കാര്യമാണ്. സുപ്രീം കോടതിയുടെ ഡിവൈന് അനുകൂലമായ വിധി ഇന്ന് ലോ കോളേജിൽ പഠിപ്പിക്കാൻ എടുക്കുന്നുണ്ട്. ലോ കോളേജിൽ പഠിപ്പിക്കാൻ ഇവിടെ വന്ന വിധി അതിന്റെ പാർട്ടി വെച്ച് പഠിക്കുന്നുണ്ട്. കുട്ടികൾ, ലോ കോളേജ് കുട്ടികൾ പഠിക്കുന്നു. കാരണം ഇതിനെതിരെ വന്ന കേസുകളും കള്ളക്കേസുകളും ഊമക്കത്തുകളും നിയമപരമല്ല കൊണ്ട് കളയാൻ പറഞ്ഞു. ഇതൊരു അനാഥർക്ക് വേണ്ടി, മാനസിക രോഗികൾക്ക് വേണ്ടി, എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടി, അനാഥരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ട മനുഷ്യന് വേണ്ടി, പട്ടിണിയായ മനുഷ്യന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തൊരു സാധനമാണ്. വെറൊരു കൂരയല്ല, ദൈവം തിരഞ്ഞെടുത്ത ഭൂമിയിലെ ദൈവത്തിന്റെ കൂടാരമാണ് ദിവൈൻ ധ്യാനകേന്ദ്രം. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, ദൈവത്തിന്റെ മഹത്വം. ഒന്ന് ചേർന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം, അഭിഷേകം, അഭിഷേകം. ഇപ്പോൾ കർത്താവ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു, 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 യേശു. ഹല്ലേലൂയ. 3 പേർക്ക് സ്പെഷ്യൽ വരവുണ്ട് പ്രാർത്ഥനയ്ക്ക്. ഇപ്പോൾ 3 സ്പെഷ്യൽ വരം കിട്ടാണ്. 3 പേർക്ക് നിരന്തരമായി പ്രാർത്ഥിക്കാം, നിരന്തരമായി ദൈവത്തോട് ചേർന്നിട്ടാണ് വരം. കർത്താവ് തരുന്ന വലിയ അനുഗ്രഹമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇനി വലിയ